ഓക്കിക്ക് ആരൊക്കെയാണ് എന്റെ ഫ്രണ്ട് മീനെ നോക്ക്. അടുത്ത വർഷം ലോടി എന്റെ ബോളി പായസം പരിപാടിയൊക്കെ ആവായില്ലേ? കഴിക്കണ്ടേ? ചെറുതായിട്ടൊന്ന് ഫ്ലാഷ് അടിച്ചു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആട്ടോ. കാരണം ഇന്ന് കാർത്തിയുടെയും വർഷയുടെയും കല്യാണമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അപ്പൊ നമ്മളിതേ ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മംഗലപുരത്തുള്ള സഫ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാട്ടോ നടക്കണം. ഇന്നലെ നൈറ്റ് വർഷയുടെ റിസപ്ഷൻ, തലേ ദിവസത്തെ പരിപാടിയൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ സെയിം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെ പരിപാടി. അപ്പൊ നമ്മളെല്ലാരും സാരിയൊക്കെ ഉടുത്ത് നോക്കിക്ക്, അമ്മൂനെയൊക്കെ നോക്കി. വലിയുടെ മുണ്ട് അവിടെ പോയി മുണ്ട് കൊടുത്തില്ല കേട്ടോ. ആളൊന്ന് സേഫിന് പാന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ അവിടെ ഉണ്ട്, അമ്മ ദേ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാരും കൂടി ഒരു ഹായ് അവിടെ നിന്നിട്ടുണ്ട്, കാണിച്ചു തരാട്ടെ. എല്ലാരും കൂടി ഇപ്പൊ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഇപ്പൊ സമയം ഏകദേശം 11:45 ടൈം ആയിട്ടുണ്ട്. 12-നും 12:45 ഇടയ്ക്കാണ് കല്യാണം. നമ്മള് ഓൺ ദ വേ ആണ്. നമ്മള് കാറിൽ നിന്ന് ഇറങ്ങിയതും നീലക്കുയിലും മഞ്ഞത്തത്തയും എല്ലാരും കൂടി നമ്മളെ പൊതിഞ്ഞു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും വർഷ മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. കാർത്തി ആണെങ്കിലും സ്റ്റേജിൽ കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല സുന്ദരനായിട്ടുണ്ടായിരുന്നു കാർത്തി കാണാനായിട്ട്. ഈ ഒരു ഹോള് ഫുൾ പാക്ഡ് ആയിരുന്നു കേട്ടോ. അത്രയും തിരക്ക്, നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വർഷയുടെ എൻട്രി കേട്ടോ. വർഷയുടെ ഫ്രണ്ട്സ് സാന്ദ്രാസും അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാട്ടോ വർഷേനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന്. അമ്മയ്ക്കും വെല്ലിക്കും ഒന്നും ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരാനായിട്ട് പറ്റണ്ടായിരുന്നില്ല കേട്ടോ. ഈ വർഷയുടെ ഈ വരവേൽപ്പിന്റെ ബാക്ക് സൈഡിലാട്ടോ വെല്ലി, അമ്മും കണ്ണൻചേട്ടനും എല്ലാരും കൂടി എൻട്രി ചെയ്തത്. വർഷ സ്റ്റേജിലോട്ട് കയറിയതും വർഷയുടെ അമ്മയും അച്ഛനും വർഷയും കൂടി സദസ്സിനെയൊക്കെ വന്നിച്ചോണ്ട് പിന്നെ ഒരു പ്രയർ സോങ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാരും അതിന് എണീറ്റൊക്കെ നിന്ന് ജസ്റ്റ് അവരുടെ കൂടെ ജോയിൻ ചെയ്തു. നമ്മളെല്ലാരും സ്റ്റേജിന്റെ തൊട്ട് താഴെ ആയിട്ടാട്ടോ നിന്നത്. കാരണം ഓൾറെഡി കസേരയും എല്ലാം ഫിൽഡ് ആയിരുന്നു. നമ്മൾ താഴത്ത് നിന്നിട്ടാണ് ഈ ഒരു പരിപാടികളെല്ലാം കാണുന്നത്. അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ പൂവൊക്കെ ഇട്ടിട്ടാണ് ഇവർ വന്നിട്ട് മണ്ഡപത്തിലേക്ക് ഇരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ദീപ്തി ചേച്ചീനെ സ്പോട്ട് ചെയ്തു കേട്ടോ ഞാൻ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കണ്ണൻ ചേട്ടൻ, അബി എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാർത്തിയും വർഷയും കൂടി മണ്ഡപത്തിലേക്ക് ഇരുന്നു കേട്ടോ. രണ്ടുപേരെയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഒരുങ്ങി സുന്ദരനായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും. അവിടെ ഉണ്ടായിരുന്ന തിരുമേനി താലിയോട് കൂടിയുള്ള മഞ്ഞ ചരട് കാർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴേ സീരിയസ്ലി എനിക്ക് ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഫീലായിട്ട് തോന്നിയത്. നാദസ്വരവും തകിലും എല്ലാം കൂടി ആ ഒരു മൊമെന്റിനെ എക്സ്ട്രാ സ്പെഷ്യൽ ആക്കി എന്നുള്ളതാണ്. സീരിയസ്ലി ഞാൻ ഫോണിൽ ക്യാപ്ചർ ചെയ്തേക്കണേക്കാളും കൂടുതൽ ഞാൻ മനസ്സിൽ ആ ഒരു രംഗം ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര സന്തോഷം. പിന്നെ അവര് മണ്ഡപത്തിൽ രണ്ടുപേരും കൂടി വലം വെച്ചു കേട്ടോ. ഞാൻ അപ്പോഴാട്ടോ അച്ഛനമ്മേനെയും കണ്ടത്. ഒരു ഭയങ്കര പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണ പോലെ ആട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. സീരിയസ്ലി എല്ലാ അച്ഛനമ്മമാരും ആ ഒരു സമയത്ത് മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ആ താലി കെട്ടുന്ന മൊമെന്റിലാണെങ്കിലും ദൈവത്തിനോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായത്. ഫുള്ളി ഒരു ഡിവൈൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ വർഷയുടെ അമ്മ വർഷയ്ക്ക് നിലവിളക്കും സാധനങ്ങളൊക്കെ കൊടുക്കണ ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഇവിടെ ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞങ്ങള് താഴത്ത് നിന്നതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് അവരോടൊപ്പം ചേർന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കിക്ക് ആരൊക്കെയാണ്? അശ്വതി ചേച്ചി, സുന്ദരി, എങ്ങോ എന്താണ് ഹാപ്പി നോക്ക്. ലോലി ഇങ്ങനെ കിടന്ന് ഇളകണം നിന്റെ കാതിലോല. എന്റെ ഫ്രണ്ട് മീനെ നോക്ക്. തുടങ്ങി കണ്ടോ ഫ്രണ്ട് മീൻ? പക്ഷെ ഫ്രണ്ട് മീൻ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമായിട്ടാ. മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരൻ. ആ ദേവസേന ബാഹുബലിയായിട്ട് കൊള്ളാല്ലേ? അത് നമ്മൾ സെറ്റാണ്. നമ്മളങ്ങനെ അടിച്ചടിച്ചടിച്ച് മുന്നോട്ട് പോകും. എന്താണ് കൊച്ചിന്റെ അപ്പ? അടുത്ത വർഷം ലോടി. അതെ, അടുത്ത വർഷം സുഖമായിട്ട് പോകണം. ദൈവോ മോളിക്ക് സജുക്ക് മോളിന്ന് വന്നോ? മനസ്സിലായി. നടക്കട്ടെ, പണി നടക്കട്ടെ. ചെറുക്കനെ കാണിക്കില്ലേ? മുഖം കാണിക്കില്ലേ? മുഖം കാണിക്കില്ലേ?
ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ താഴത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. നോക്കിക്ക് നല്ല ക്രൗഡാ, പക്ഷെ കൊള്ളാട്ടോ വൈബ്. ഭയങ്കര സന്തോഷവും ഫീൽ ചെയ്യുന്നുണ്ട്. സുന്ദരൻ സുന്ദരൻ അനു, നിങ്ങളെല്ലാരും ചോദിച്ച ആ മാമ്പഴം മഞ്ഞ് വയലറ്റ് സാരിയുടെ ഉടമ. അതെ, സുന്ദരിയായിട്ടുണ്ടാനു. അതെ, അശ്വ ചേച്ചി നോക്കിക്ക്, അശ്വ ചേച്ചിയുടെ മാലയും അല്ലേ, എലഗൻസ് എലഗൻസ് ക്വീൻ. ഈ ചന്ദനക്കുറി ആട്ടെ ചേച്ചി ഹൈലൈറ്റ്. ഐശ്വര്യം മുഴുവൻ അതിൻ്റെ ഉള്ളിലാണ്, ഐശ്വര്യം മുഴുവൻ അതിൻ്റെ ഉള്ളിലാണെന്ന്. കൺസീലറാ ഉഡായിപ്പ് ചന്ദനക്കുറി. എന്താടാ കല്യാണം കഴിഞ്ഞേ സദ്യക്കണോ? ബോളി പായസം. അതെ, ട്രിവ്യ എത്ര നാളാണ് കണ്ടിട്ട്. ഞാൻ എന്നെ കൊല്ലൂട്ടോ. ഇവന്റെ പെങ്ങളുടെ കല്യാണം വിളിച്ചെനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ദേഷ്യം ഉണ്ടാടാ. എന്താ ഒരു മണി ഇരുമണി നിന്റെ ചുക്കാൻ മണി കൂടുതൽ കല്യാണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കാണിച്ചാണ്. പക്ഷെ നമ്മൾ അത് എൻജോയ് ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങനെ എൻജോയ് എന്ന് വിചാരിക്കുന്നു. കാർത്തികന്റെ അച്ഛൻ അതുപോലെ എൻജോയ് എന്ന് വിചാരിക്കുന്നു. മുണ്ട് അച്ഛൻ എടുത്തോ. സന്തോഷമായ ഡാൻസ് കളിക്കണം, അത് വേറെ കാര്യം. മാമനും എന്റെ കൂടെ ഡാൻസ് ഉണ്ട് അല്ലേ. പൊളിക്കും ഞങ്ങൾ റിസപ്ഷന്. കഴിക്കണ്ടേ? വിശക്കണില്ലേ? വിശക്കണ്ട്. മാമി ഇതാണ് മാമി ഡാൻസ് കളിക്കേണ്ട റിസപ്ഷന്. സനുപ്രത് കാർത്തിയുടെ മാമിയാണ്. ഞങ്ങൾ ഡാൻസ് കളിക്കേണ്ട റിസപ്ഷനൊക്കെ. ചെറുതായിട്ടൊന്ന് ഫ്ലാഷ് അടിച്ചു. എന്താ മുണ്ട കൊടുത്ത് നോക്കിയതാരാ? കാണട്ടെ. ശാസ്ത്രോ ശാസ്ത്ര ദേവിയേ അങ്ങനെ ജീവിതത്തിൽ മുണ്ടെടുക്കൂല. രണ്ടുപേരും നിർത്തിയാ മുണ്ടെടുക്കൽ ഇന്നത്തോടുകൂടി. ഭയങ്കര ഇത് പരിചയമുള്ളവർക്ക് പറ്റും. എന്തൊരു ഭംഗിയാന്നറിയോ ഓക്കെ, ഞാൻ മറ്റേ കയറൊക്കെ കെട്ടി വെച്ചിട്ടാണ് നടക്കുന്നത്. നല്ല ലുക്കായിട്ടുണ്ട്. എവിടെ എന്റെ ഫ്രണ്ട് മീ ഇത് സെറ്റ് ഫുൾ ടൈം ആക്കി അടിപൊളി. നല്ല നല്ല ലുക്ക് ഉണ്ട് കാണാൻ. ആ അതെ, മാനത്തെ മണിത്തുമ്പ മൊട്ടിൽ മേട സൂര്യനോ. എന്താടാ ചേട്ടന്റെ കല്യാണം മനസ്സ് പറഞ്ഞ നിന്റെ ആണോ? അതെ, നെഞ്ചത്ത് കൃഷ്ണനെ വെച്ചോ നടക്കണം. നോക്കിയേ, നോക്കുമ്പോ മോഹൻലാലിനെ പോലിരിക്കണം. ചേടാ ഒന്ന് സദ്യ കഴിക്കാൻ വേണ്ടി അങ്ങനെ വന്നിരിക്കുവാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്. ഇതാണ് എന്റെ ഇതാണ് എന്റെ പരിപ്പോടെ ഇല്ലല്ലേ? ട്രിവാൻഡ്രത്ത് ഉണ്ട്, എനിക്കറിയില്ലല്ലേ. കൊച്ചിയല്ലേ? ഇല്ലേ? അപ്പൊ ഇത് സ്പെഷ്യൽ ആയിരിക്കും. അതെ, ആ ആടാ. അതുകൊണ്ട് വേറെ കുറച്ച് കഴിക്കണം അല്ലേ? അതാ അങ്ങനെയാണ് ആനി പറഞ്ഞേക്കണം. പക്ഷെ ഇതില്ലേ കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ട്, എന്ത് മസാല കറി. ആ ക്യാഷിനിട്ട് കോവയ്ക്കയുടെ കൂടെ തന്നെ നോക്കി കൊണ്ടാട്ട മുളക് കണ്ടോ, പരിപ്പ് വട, പപ്പടത്തിന്റെ സൈസ് നോക്കി നല്ല വലിയ പപ്പടം കണ്ടോ. ഇത്രയും ഐറ്റംസ്. കുറെ നേരത്തിന് ശേഷം ഞങ്ങൾ ഇതേ സദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. വെറൈറ്റി സദ്യയാണ്, കുറേയേറെ വെറൈറ്റി വിഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം നിറഞ്ഞിരിക്കും കേട്ടോ സാധനങ്ങള്. കൊള്ളാം. പപ്പടത്തിന്റെ സൈസ് ഒക്കെ ഉണ്ട്, തലയിടത്തിലുണ്ട് നോക്കി. കൊള്ളാം. എന്താണ് ചിരിക്കണം? വെറൈറ്റി ഇതാണോ സദ്യ? കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാവും സദ്യയില്. അപ്പൊ പരിപ്പ് വടെ പറയടാ ഉണ്ടാ? ഞാൻ ഒന്നില്ലെങ്കിലും നിങ്ങളുടെ ബോളിയും പായസവും കഴിക്കാനാണ് നിക്കണ. എന്താടാ അത് വെറൈറ്റി അല്ലേ? അത് വേണം. അതൊക്കെ കഴിക്കട്ടെ.
ചോറ്, എനിക്ക് ചോറും മോരും കൂടി കൂട്ടി കഴിക്കാനാട്ടോ ഭയങ്കര ഇഷ്ടം. അവസാനം വരുള്ളല്ലേ. ഇതാണ് ട്രിവാൻഡ്രം സദ്യയുടെ പ്രശ്നം. നമുക്ക് അവിടെ കൊച്ചിയിലൊക്കെ നമുക്കില്ലേ വേണ്ട സാധനങ്ങളൊക്കെ റിപ്പീറ്റഡ്ലി വന്നോണ്ടിരിക്കും. ഇവിടെ ഓർഡർ അനുസരിച്ച് മാത്രമേ സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ കിട്ടിയെന്ന് പറയാം. നമ്മുടെ ടീംസ് മുഴുവൻ ദേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നോക്കിയേ, സദ്യ എല്ലാം ഉണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. വെള്ളിക്ക് ചെറിയ തലകറക്കമൊക്കെ വന്ന് ഒന്നും പറയണ്ട, ആകെ ഇത്തിരി സീനായി പോയി മൊത്തത്തിൽ. അപ്പൊ തന്നെ ഞങ്ങളെല്ലാരും ഹോസ്പിറ്റലിലേക്ക് വെളിനെ കൊണ്ടുവന്ന് ഡ്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ ആയി പോയട്ടോ ഇന്നത്തെ ഒരു ദിവസം. സത്യം എനിക്ക് വിഷമവും വന്ന്, കാരണം വലിയുടെ അവസ്ഥ കണ്ടിട്ട്. എനിക്ക് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ തലകറക്കവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ വാഗ ഒഴിയണൊക്കെ ഉണ്ടായിട്ടോ. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗിന്റെ എൻഡിങ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ വ്ളോഗിൽ. അല്ലേടാ, എന്തായിരുന്നു? എനിക്കൊരു കുഴപ്പമില്ല, കുറച്ചു നേരം അങ്ങനെ ചിരിക്കാം, കരച്ചിൽ കാരണം കുഴപ്പമൊന്നുമില്ല, നീ ആദ്യം ഒന്ന് കരയാണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ അയ്യോ വലിക്ക് ടെൻഷനാവും, ഞാൻ കരഞ്ഞ വലിക്ക് ടെൻഷനാവും. പക്ഷെ ഞാനതൊന്നും അറിയണില്ലടാ. ഞാൻ വെള്ളം വലിങ്ങനെ അവശതായി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി വെള്ളം വേണമെന്ന് വെച്ചാൽ വെള്ളം എടുക്കാൻ വേണ്ടി കാറ്ററിംഗാരുടെ അടുത്ത് പോയി തിരിച്ചു വന്നപ്പോ ഇവരെല്ലാരും കൂടി കൂടി നിക്കണ്. അയ്യോ എന്റെ കയ്യിൽ നിന്ന് പോയ അയ്യോ സത്യമുണ്ട്, പേടിച്ചിട്ടില്ലേ. വല്ലിന്നല്ലേ അമ്മയായിട്ടല്ലേ വന്നേ. നിന്റെ അമ്മക്ക് എന്ത് പറ്റി? ചേട്ടാ നിവിൻ ചേട്ടൻ കട്ടാണല്ലേ? നിവിൻ ചേട്ടാ മുഖം കാണിച്ചിട്ട് കട്ടല്ലേ? ഷോർട്ട് ഫോം ആണ്. ഇയാള് വന്നോടെ ഗിരീഷോടെ കിടില കോമഡി പറഞ്ഞു. നമ്മളെല്ലാരും ചിരിച്ചു. ഇവിടെ ഗിരീഷൻ എടുത്തു. അത് മനസ്സിലായി, ഒന്നുകൂടെ പറയൂ. ഇയാൾക്ക് മനസ്സിലാവണല്ലോ. ചിരിച്ചിട്ട് ഗിരീഷന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ കോമഡിയുടെ ചിരിയാണ്. എന്താ ഈ കേക്കുന്നേ? വല്യച്ഛന്റെ ഷോർട്ട് ഫോം ആണ്. ആ കൊറേ പേർക്ക് അറിയില്ല കേട്ടോ, വെല്ലിച്ചന്റെ ഷോർട്ട് ഫോം ആണ് വെല്ലി എന്നുള്ളത്. അതെ, വെല്ലിയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായത്. ശരിക്കും ഞാൻ പാനിക്കായിട്ടോ, സീരിയസ്ലി കേസിന്റെ കയ്യിൽ നിന്ന് പോയി. കാര്യം പറയാമല്ലോ, പറഞ്ഞൊക്കെ ശരിയാ. ഞാൻ വല്ലാണ്ട് ടെൻഷൻ ആയിപ്പോയി. വെല്ലിന് ഇങ്ങനെയല്ലേ പറയാറുണ്ട്. ആ ഫ്രഞ്ച് ഫ്രൈസ് വെള്ളിക്ക് അമ്മ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി ഓരോ സൈസ് കിടന്ന് വെച്ചിട്ടുണ്ട്. പ്രഷർ കൂടിപ്പോ അന്ന് വെള്ളിക്ക് മയോണൈസ് അമ്മ ഒരു ചടപ്പ് തുറന്നു കൊടുത്താട്ടെ മയോണൈസിന്റെ ടക്ക് വെള്ളിയുടെ മുഖത്ത് മയോണൈസ് എല്ലാം കൂടി വെള്ളി ഇങ്ങനെ ഇന്നസെന്റ് ക്ലോണിംഗ് പാത്രം ഇങ്ങനെ മൊത്തം അതുപോലെ ഇതൊക്കെയായിരുന്നു അപ്പൊ ഇന്നത്തെ അവസ്ഥ ഗൈസ്. അങ്ങനെ ഇപ്പൊ ഇവിടെ എല്ലാരും സത്യം പറയടാ, ആ ഹോസ്പിറ്റലില് കല്യാണത്തിൽ എല്ലാ ആൾക്കും കല്യാണ വീട് പോലെ. അതെ, നല്ലവനായ ഉണ്ണിയെ പോലെ ഹോസ്പിറ്റലിൽ കൂടി ഞാൻ പട്ടുസാരിയെ കൊടുത്ത് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. കരഞ്ഞോണ്ടോന്ന് മറ്റേ സീരിയലൊക്കെ കാണുന്ന പോലെ പട്ടുസാരി കൊടുത്തിട്ട് വലിയ ഓക്കെ ഇപ്പൊ ബെറ്റർ ആയിട്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ഇവിടെ ഇരിക്കണം. സത്യം വലിയ ഓക്കെ തിരിച്ച് വലിയ വന്നപ്പോ എനിക്ക് വീൽ ചെയറൊന്നും വേണ്ട, നടന്നു വന്നോളാന്ന്. ഓ എന്റെ അവസ്ഥയാണ് ആലോചിച്ച് ചാടി ഇറങ്ങിയാ അങ്ങനെ പോവല്ലേ, കുറച്ച് പൈസ അതൊന്നും പറയണ്ട. അപ്പൊ ഗൈസ് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് കാണാം. ബൈ.